പ്രശ്നങ്ങൾ എന്താണെന്നറിയാൻ ഒരാളെ ഞാൻ ചുമതലപ്പെടുത്തിയിരുന്നു. നിയമ നടപടികളല്ല, മറിച്ച് കരുത്തിന്റെ ഭാഷയാ ഇബ്രാഹിം സേട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ ഏറ്റവും അടുത്ത ദിവസം ദേവ് അസോസിയേറ്റ്സ് പിടിച്ചെടുക്കാൻ അവരുടെ ഗുണ്ട. നമ്മുടെ നേട്ടങ്ങളുടെ ആയുസ് അവസാനിച്ചു മോളെ. ദേവനും മോളും വീണ്ടും ദരിദ്രരാവാൻ പോവാ. വഴിയിലൂടെ അല്ലാതെ അച്ഛൻ ഇതുവരെ സഞ്ചരിച്ചിട്ടില്ല. മനസ്സറിഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ടും ദൈവത്തിനെല്ലാം തട്ടിപ്പറിക്കണം തോന്നുന്നെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ. ദാരിദ്ര്യത്തിന്റെ വഴിയിലൂടെ അല്ലാതെ അച്ഛൻ ഇതുവരെ സഞ്ചരിച്ചിട്ടില്ല. മനസ്സറിഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ടും ദൈവത്തിനെല്ലാം തട്ടിപ്പറിക്കണം തോന്നുന്നെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ. ദാരിദ്ര്യത്തിലെ സന്തോഷം നമ്മൾ ആർക്കും വിട്ടുകൊടുക്കില്ല. അച്ഛൻ സമാധാനിക്കും. ദയവായിട്ട് സോഫിയ ആകെ ടെൻഷനില്ല സന്ധ്യ. ആ കമ്പനിക്കാരൻ നിർബന്ധ ബുദ്ധിയില്ല. നഷ്ടപരിഹാരവും അവർ വിധിച്ച തുക ഉടനെ അടക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അവര് വിധിക്കുന്ന മാത്രമല്ലല്ലോ, നമുക്കും പറയാൻ കാണില്ല ന്യായം. കോടതിയിൽ പോണം, അല്ലാതെ ഈ കണ്ടീഷനിൽ കോടതിയിൽ പോയാലും ബുദ്ധിമുട്ടുണ്ടമ്മേ. ഗ്ലോറി ഒപ്പിട്ടിരിക്കുന്നതൊക്കെ അവർ പറഞ്ഞ നിബന്ധനകളില്ല. അതിൽ നിന്നും പെട്ടെന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റാണില്ല ന്യായം. കോടതിയിൽ പോണം, അല്ലാതെ ഈ കണ്ടീഷനിൽ കോടതിയിൽ പോയാലും ബുദ്ധിമുട്ടുണ്ടമ്മേ. ഗ്ലോറി ഒപ്പിട്ടിരിക്കുന്നതൊക്കെ അവർ പറഞ്ഞ നിബന്ധനകളില്ല. അതിൽ നിന്നും പെട്ടെന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. സ്ഥാപനം അവളുടേതായിരിക്കുമ്പോൾ അങ്ങനെ ഒരു കരാറിൽ അവൾ ഒപ്പിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നത് കമ്പനി നമുക്ക് കിട്ടിയതിന് ശേഷം അവൾ എന്തെങ്കിലും പുതിയ എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവുന്ന. അവൾക്ക് നേരിട്ട് പ്രതികാരം ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുന്നു. കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ എഗ്രിമെന്റും അവരുടെ ഡിമാൻഡ്സ് ഒക്കെ പരിശോധിക്കുന്നുണ്ട്. ഗ്ലോറി ബോധപൂർവം ചതിക്കല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാനുള്ള മാർഗം കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. ചതിച്ചതാണോ നിന്റെ സംശയം എന്തിനാ? നോക്കെ മറന്ന് പഴയ അവസ്ഥയിൽ ദൈവേട്ടനെ തിരിച്ചു കിട്ടിയെന്ന് കരുതിയപ്പോ നോക്ക്, നീയാ ഇപ്പോ ദേവന്റെ ശക്തിയാവേണ്ടത്. ഈ പ്രതിസന്ധി നമുക്ക് മറികടക്കണം. ഇനി അവളുടെ മുമ്പിൽ കീഴടങ്ങാൻ വയ്യ. ഒരർത്ഥത്തിൽ അവളോട് കാണിച്ച ദേവ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്. ഗ്ലോറിയ മാനസികമായി തളർത്തുന്ന ഒരേ ഒരു കാര്യം പ്രകാശും സോഫിയും തമ്മിലുള്ള വിവാഹമായിരുന്നു. അവളുടെ കേസ് കഴിയട്ടെ എന്ന് പറഞ്ഞ സാവകാശം. ഒരർത്ഥത്തിൽ അവളോട് കാണിച്ച ദേവ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്. ഗ്ലോറിയ മാനസികമായി തളർത്തുന്ന ഒരേ ഒരു കാര്യം പ്രകാശും സോഫിയും തമ്മിലുള്ള വിവാഹമായിരുന്നു. അവളുടെ കേസ് കഴിയട്ടെ എന്ന് പറഞ്ഞ സാവകാശം. ഒരിക്കലും പരിഹാരം ഉണ്ടാവില്ലെന്ന് കരുതിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരിഹരിച്ചില്ലേ മോനെ? അനിരുദ്ധനും ബക്കറും ഒക്കെ സമയാസമയം നമ്മൾ രക്ഷിക്കാൻ എത്തിയില്ലേ? അതുപോലെ ആരെങ്കിലും വരും ഒരു പരിഹാരം കൊണ്ട്.
എക്സ്ക്യൂസ് മീ. അത് ശരി, കുട്ടി ഇപ്പൊ ഇവിടെ ഉണ്ടോ? ഉണ്ട്. ആരെ നിങ്ങൾക്ക് കാണേണ്ടത്? MD ദേവൻ സാർ. ആയാലും അങ്ങനെ തന്നെയാ. ബക്കറിന് കാണുമെന്ന് പറഞ്ഞു നോക്കൂ. ഞാൻ പറയില്ല. എന്താ വിശ്വസിച്ചാ നിങ്ങളെ കാണുന്നത്? ഇപ്പൊ ഗ്ലോറിക്ക് തിരിച്ചടി കൊടുത്തതിന്റെ പേരിൽ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കുണ്ട്. പക്ഷേ അതിനു മുമ്പത്തെ ചരിത്രം എല്ലാവർക്കും അറിയാം. ആയാലും അങ്ങനെ തന്നെയാ. ബക്കറിന് കാണുമെന്ന് പറഞ്ഞു നോക്കൂ. ഞാൻ പറയില്ല. എന്താ വിശ്വസിച്ചാ നിങ്ങളെ കാണുന്നത്? ഇപ്പൊ ഗ്ലോറിക്ക് തിരിച്ചടി കൊടുത്തതിന്റെ പേരിൽ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കുണ്ട്. പക്ഷേ അതിനു മുമ്പത്തെ ചരിത്രം എല്ലാവർക്കും അറിയാം. ഗുഡ് മോർണിംഗ് സോഫി. ഗുഡ് മോർണിംഗ്. സാർ എന്താ ഇവിടെ? എനിക്ക് അത്യാവശ്യമായിട്ട് ദേവൻ സാറിനെ ഒന്ന് കാണുമായിരുന്നു. ഇയാള് അനുവാദം തന്നില്ല. കാര്യം എന്താണെന്ന് അറിയണം. ഞാൻ പറഞ്ഞു അത് തെറ്റാണ്. ഗുഡ് മോർണിംഗ് സോഫി. ഗുഡ് മോർണിംഗ്. സാർ എന്താ ഇവിടെ? എനിക്ക് അത്യാവശ്യമായിട്ട് ദേവൻ സാറിനെ ഒന്ന് കാണുമായിരുന്നു. ഇയാള് അനുവാദം തന്നില്ല. കാര്യം എന്താണെന്ന് അറിയണം. ഞാൻ പറഞ്ഞു അത് തെറ്റാണോ? എന്താ സാർ കാര്യം? ദേവ് അസോസിയേഷനെ ഇപ്പൊ വിഴുങ്ങാൻ നിൽക്കുന്ന ഒരു ഇഷ്യൂ ഇല്ലേ, സദേൺ ഗ്രൂപ്പായിട്ടുള്ള? അത് സാറിന് എങ്ങനെ അറിയാം? ആർക്കും കീഴടങ്ങാതെ ദേവ് അസോസിയേറ്റ്സ് നിലനിൽക്കണമെന്ന് നിങ്ങളെപ്പോലെ ഞാനും ആഗ്രഹിക്കുന്നു. അതാണ് വന്നത്. വിരോധമുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു പൊക്കോളാം. വിരോധമില്ല. നമുക്ക് സംസാരിക്കാം. നിങ്ങൾ പൊക്കോളൂ. പറയൂ. സർ, വിഷയങ്ങൾ എനിക്കറിയാം. എങ്ങനെ? പറയൂ. എനിക്ക് വിവരം കിട്ടിയത് സദേൺ ഗ്രൂപ്പിൽ നിന്നാണ്. എന്റെ അറിവിൽ സദേൺ ഗ്രൂപ്പ് ഇത് മറ്റുള്ളവരറിയുന്ന രീതിയിൽ ഒരു വിഷയമാക്കിയിട്ടില്ല. ഇല്ല, പക്ഷേ ദേവ് അസോസിയേഷനെയും ഗ്ലോറിയുടെ നീക്കങ്ങളെയും ഒരേ രീതിയിൽ ഞാൻ വാച്ച് ചെയ്യുന്നു. എങ്കിലും അതിൽ ബക്കറിന്റെ നേട്ടം എന്താ? പിന്നെ എന്റെ അറിവിൽ സദേൺ ഗ്രൂപ്പ് ഇത് മറ്റുള്ളവരറിയുന്ന രീതിയിൽ ഒരു വിഷയമാക്കിയിട്ടില്ല. ഇല്ല, പക്ഷേ ദേവ് അസോസിയേഷനെയും ഗ്ലോറിയുടെ നീക്കങ്ങളെയും ഒരേ രീതിയിൽ ഞാൻ വാച്ച് ചെയ്യുന്നു. എങ്കിലും അതിൽ ബക്കറിന്റെ നേട്ടം എന്താ? ഗ്ലോറി തോൽക്കുമെന്നുള്ള ഉറപ്പ് എനിക്ക് വേണം. ദേവ് അസോസിയേഷനോട് എനിക്ക് മമതയുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ ശത്രുവിന്റെ ശത്രുമിത്രം, അതാണ് എന്റെ പോളിസി. ഗുണ്ടാ സംഘങ്ങൾ. സാറിന്റെ ഒരു ബിസിനസ് പോളിസിയും അവിടെ വില പോയില്ല. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. ഗുണ്ടാ സംഘങ്ങൾ. സാറിന്റെ ഒരു ബിസിനസ് പോളിസിയും അവിടെ വില പോയില്ല. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. ബക്കറിന്റെ സഹായം സ്വീകരിക്കണമെന്ന് കരുതി. തന്റെയും താൻ പറഞ്ഞു. ദേവ് അസോസിയേഷനുള്ള സ്നേഹമല്ല, ഗ്ലോറിയോടുള്ള ശത്രുത മാത്രമാണ്. എനിക്കൊന്ന് ചിന്തിക്കണം. ബക്കറിന്റെ സഹായം സ്വീകരിക്കണമെന്ന് കരുതി. തന്റെയും താൻ പറഞ്ഞു. ദേവ് അസോസിയേഷനുള്ള സ്നേഹമല്ല, ഗ്ലോറിയോടുള്ള ശത്രുത മാത്രമാണ്. എനിക്കൊന്ന് ചിന്തിക്കണം. അതിനുശേഷം ആവശ്യമാണെന്ന് തോന്നിയാൽ തന്നെ ഞാൻ വിളിക്കാം. ഓക്കെ സർ. സഹായം സ്വീകരിക്കണമെന്ന് നിർബന്ധിക്കാനുള്ള അവകാശം എനിക്കില്ലല്ലോ. ടേക്ക് യുവർ ഓൺ ടൈം. വരട്ടെ സർ. ബക്കർ, ദേവൻ സാറ് ബുദ്ധിയുള്ള ബിസിനസ്സുകാരനാണ്. ഞാൻ എന്തു പറഞ്ഞാലും അതിന്റെ യാഥാർത്ഥ്യം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സോ ഈ ഉത്തരം ബ്ലാങ്ക് ആയിട്ട് തന്നെ കിടക്കട്ടെ. സാറിന് കണ്ടെത്തി പൂരിപ്പിക്കും. ദേവൻ സാറ് ബുദ്ധിയുള്ള ബിസിനസ്സുകാരനാണ്. ഞാൻ എന്തു പറഞ്ഞാലും അതിന്റെ യാഥാർത്ഥ്യം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സോ ഈ ഉത്തരം ബ്ലാങ്ക് ആയിട്ട് തന്നെ കിടക്കട്ടെ. സാറിന് കണ്ടെത്തി പൂരിപ്പിക്കും. നമുക്ക്
എന്താ? ഞാൻ വിളിച്ചില്ലല്ലോ നിന്നെ. ഇല്ല, ഒരു പ്രത്യേക കാര്യം ഉള്ളതുകൊണ്ടാ. എന്താ? ഏതെങ്കിലും ഫിനാൻസ് മുങ്ങിത്താണ കപ്പലിലേക്ക് നിധി ഇറക്കാമെന്ന് പറഞ്ഞോ? അതോ പഴയ സൗഹൃദങ്ങളിൽ നിന്ന് പുതിയ ഓഫറുകൾ എന്തെങ്കിലും ഉണ്ടായോ? രണ്ടുമല്ല സർ. ദേവ് അസോസിയേറ്റ്സിന്റെ കാര്യം ഞാൻ സദേൺ ഗ്രൂപ്പുമായി ഒപ്പിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ട്. ഏകദേശം 2500 കോടി രൂപയുടെ. ആ പ്രോജക്റ്റിന്റെ കോപ്പിയാണ്. സദേൺ ഇൻവെസ്റ്റ്മെന്റിന് നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ ദേവ് അസോസിയേറ്റ്സിന് രക്ഷപ്പെടാനുള്ള ലൂപ്പ് ഹോൾസും ഉണ്ട്. സാർ ഇതൊന്ന് പഠിച്ച അവരെ ഒതുക്കാനുള്ള ഒരു മാർഗം കണ്ടുപിടിക്കാൻ പറ്റും. ദേവ് അസോസിയേറ്റ്സിനെ സമ്പൂർണമായി നമുക്ക് നശിപ്പിക്കാം. സമ്പൂർണമായി നമുക്ക് നശിപ്പിക്കാം. വേണ്ടി കുതിക്കുക, എന്നിട്ട് എതിരാളിയുടെ നാശത്തിന് വേണ്ടി ശ്രമിക്കാവൂ. ചിന്തയും ബുദ്ധിയും അവർക്ക് നേരെ തിരിച്ചുവിട്ടാൽ നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ശ്രമിക്കാൻ നിനക്ക് എവിടുന്ന നേരം? വെറി പിടിച്ചവളുടെ പ്രതികാരത്തിന് കൂട്ടു നിൽക്കുക, അതല്ല എന്റെ ജോലി. ഒരുപക്ഷെ നീ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ദേവ് അസോസിയേറ്റ് ഈ നാട്ടിലെ ബിസിനസ് ചക്രവർത്തിമാരായിരിക്കും. കണ്ടു നിൽക്കാനുള്ള ശേഷി വേണം. ഇനി ഒരിക്കൽ നിന്റെ ശത്രുവിനെ കൊല ചെയ്യാനുള്ള ഉദ്ദേശവുമായി അതല്ല എന്റെ ജോലി. ഒരുപക്ഷെ നീ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ദേവ് അസോസിയേറ്റ് ഈ നാട്ടിലെ ബിസിനസ് ചക്രവർത്തിമാരായിരിക്കും. കണ്ടു നിൽക്കാനുള്ള ശേഷി വേണം. ഇനി ഒരിക്കൽ നിന്റെ ശത്രുവിനെ കൊല ചെയ്യാനുള്ള ഉദ്ദേശവുമായി എന്റെ മുന്നിൽ വന്നു പോകുന്നു എന്റെ മാനസപുത്രി. ഇനി ഒരിക്കൽ നിന്റെ ശത്രുവിനെ കൊല ചെയ്യാനുള്ള ഉദ്ദേശവുമായി എന്റെ മുന്നിൽ വന്നു പോകരുത്. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. പിന്നെങ്ങനെയാ ദേവ് അസോസിയേറ്റ്സും സദേൺ ഗ്രൂപ്പുമായിട്ടുള്ള പ്രശ്നം സാറ് പരിഹരിക്കുന്നത്? എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. പിന്നെങ്ങനെയാ ദേവ് അസോസിയേറ്റ്സും സദേൺ ഗ്രൂപ്പുമായിട്ടുള്ള പ്രശ്നം സാറ് പരിഹരിക്കുന്നത്? സദേൺ ഗ്രൂപ്പിന്റെ MD-യുമായിട്ട് കൈകോർത്ത് ഞാനിവിടെ ഡബിൾ റോൾ കളിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്കൊരു സംശയം. ഇടനിലക്കാരനായി കിട്ടുന്ന ചില്ലറ കാശിന് വേണ്ടിയാണോ വെക്കേണ്ട അഭ്യാസം എന്ന് നിങ്ങൾക്കറിയണം. സാർ, അതേടോ, അതാണ് കാര്യം. ഗ്ലോറിയുമായി അവിഹിത ബന്ധമുണ്ടെന്ന് ഞാൻ സദേൺ ഗ്രൂപ്പിന്റെ MD-യുമായിട്ട് കൈകോർത്ത് ഞാനിവിടെ ഡബിൾ റോൾ കളിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്കൊരു സംശയം. ഇടനിലക്കാരനായി കിട്ടുന്ന ചില്ലറ കാശിന് വേണ്ടിയാണോ വെക്കേണ്ട അഭ്യാസം എന്ന് നിങ്ങൾക്കറിയണം. സാർ, അതേടോ, അതാണ് കാര്യം. ഗ്ലോറിയുമായി അവിഹിത ബന്ധമുണ്ടെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോ അതുവഴി തനിക്ക് ഡിവോഴ്സ് അനുവദിച്ചു കിട്ടിയപ്പോ നിങ്ങൾക്കാർക്കും ഈ സംശയം പൊട്ടിമുളച്ചില്ലല്ലോ. അന്നത് ഗ്ലോറിയോടുള്ള ശത്രുത കൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഇന്നും അതെ. തന്നെ ഇങ്ങോട്ടയച്ച തന്റെ ദേവനങ്ങളോട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദേവ് അസോസിയേറ്റ്സിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, മറിച്ച് ഗ്ലോറിയോടുള്ള ശത്രുത തന്നെയാണ് കാരണമെന്ന്. ഇനി ഞാനത് വിട്ടു. ദേവ് അസോസിയേറ്റ്സ് നോക്കി നടത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം. സാർ, നമുക്ക് സംസാരിക്കാം. ഇനി എന്ത് സംസാരിക്കാൻ? ഗ്ലോറിയോട് ഫൈറ്റ് ചെയ്യുന്നവർ ഒന്നിച്ചു നിൽക്കണമെന്ന് ഞാൻ കരുതി. നിങ്ങൾക്കത് വേണ്ടെങ്കിൽ വെറും പോലീസുകാരനായിട്ട് വെക്കുന്ന കാണല്ലേ മക്കളെ, കണക്കൂട്ടിൽ അപ്പാടെ തെറ്റിപ്പോവും. ഇനി നിങ്ങൾ ഇതെങ്ങനെ പരിഹരിക്കുന്നു ഞാൻ നോക്കും. അവിടെയാ ബെക്കർ നിങ്ങൾക്ക് മാർക്കിടാൻ പോകും. അത് കഴിഞ്ഞാൽ തീരുമാനിക്കാം നിങ്ങളുടെ കൂടെ നിൽക്കണോ വേണ്ടയോ. അപ്പോ കാര്യങ്ങൾ നടക്കട്ടെ. ഞാൻ ഈ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. വരട്ടെ. എനിക്കെതിരെ കിട്ടുന്ന എന്തും ആയുധമാക്കുകയാണ് ബക്കർ. അല്ലെങ്കിൽ ഇപ്പോ
എനിക്കെതിരെ കിട്ടുന്ന എന്തും ആയുധമാക്കുകയാണ് ബക്കർ. അല്ലെങ്കിൽ ഇപ്പോ ദേവ് അസോസിയേറ്റ്സിന് സഹായം വാഗ്ദാനം ചെയ്ത് അയാൾ ചെല്ലില്ല. സാധ്യതകളൊന്നും ഉണ്ടായിട്ടാവണമെന്നില്ല. അവരുടെ കൂടെയാണ് ബക്കർ എന്ന് അവരെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു. പാണ്ഡവ പാളയത്തിൽ നിന്നിറങ്ങിയ കൗരവപക്ഷത്ത് അല്ലാന്താ? അല്ല സർ, ആ കണക്കുകൂട്ടലുകൾ തെറ്റാണ്. ചില്ലറ നേട്ടങ്ങൾക്ക് വേണ്ടിയായിരുന്നു ബക്കറിന്റെ ശ്രമമെങ്കിൽ ഡിവോഴ്സ് നടക്കാൻ കാരണക്കാരനായ അയാൾ ആ നിമിഷം പ്രതിഫലത്തിന് കൈനീട്ടുമാ. ബക്കറിനെ നന്നായിട്ട് അറിയോ സാറിന്? ഒരു കീഴുദ്യോഗസ്ഥനെന്ന നിലയ്ക്കോ എന്റെ കൂടെ നിന്ന ആളെന്ന നിലയ്ക്കോ സാറിന് അറിയായിരിക്കും. പക്ഷെ അതിനപ്പുറത്ത് അയാൾക്ക് ചില തലങ്ങളുണ്ട്. കുടുംബപരമായി ബിസിനസ്സുകാരനാ. പിന്നെ സർവീസിൽ കയറിയ ആദ്യത്തെ കുറെ കാലം ഗുണ്ടകളുടെ പ്രിയപ്പെട്ടവനായി നടന്നിട്ടുണ്ട്. അന്നത്തെ അയാളുടെ സൗഹൃദങ്ങൾ പലതും ഇന്ന് പല സ്ഥലങ്ങളിലെയും വമ്പന്മാരാണ്. എനിക്കതൊന്നും അറിയില്ല. പിന്നെ സർവീസിൽ കയറിയ ആദ്യത്തെ കുറെ കാലം ഗുണ്ടകളുടെ പ്രിയപ്പെട്ടവനായി നടന്നിട്ടുണ്ട്. അന്നത്തെ അയാളുടെ സൗഹൃദങ്ങൾ പലതും ഇന്ന് പല സ്ഥലങ്ങളിലെയും വമ്പന്മാരാണ്. എനിക്കതൊന്നും അറിയില്ല. ബക്കർ ഈ വിഷയത്തിൽ അവരെ സഹായിക്കരുത്. സാറ് ബക്കറുമായി ഒന്ന് സംസാരിക്കണം. അതുകൊണ്ട് എന്ത് കാര്യം? ഇനി നമ്മളുമായി ഒരു സംസാരത്തിന് അയാൾ നിന്നു തരില്ല. ബക്കർ ഈ വിഷയത്തിൽ അവരെ സഹായിക്കരുത്. സാറ് ബക്കറുമായി ഒന്ന് സംസാരിക്കണം. അതുകൊണ്ട് എന്ത് കാര്യം? ഇനി നമ്മളുമായി ഒരു സംസാരത്തിന് അയാൾ നിന്നു തരില്ല.